നമസ്കാരം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുന്ന നിർണായക സന്ദർഭത്തിൽ കോൺഗ്രസ് യുവനിരയിലെ ശ്രദ്ധേയ മുഖമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപ് ചർച്ചയായ ഒരു ഗർഭചിത്ര വിവാദം ഇപ്പോൾ വീണ്ടും കത്തിപ്പടരുന്നത് യാദൃശികമായി നമുക്ക് കാണാൻ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കഴിയുന്നില്ല. പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഊർജം പകരുന്ന സജീവ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മാങ്കൂട്ടം നേതൃത്വം നൽകുമ്പോൾ കൃത്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അതിജീവിതയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ CPM എന്ന ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ സംശയിക്കപ്പെടുന്നുണ്ട്. അത് സജീവമായിട്ടുള്ള ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ഇത് കേവലം നിയമപരമായ ഒരു നീതി അന്വേഷണമായിട്ട് കാണുന്നതിനേക്കാൾ കോൺഗ്രസിന്റെ യുവജന പിന്തുണയെ തകർക്കാനും അവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാനും അതുവഴി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് രാഷ്ട്രീയ വിജയം ഉറപ്പിക്കാനുമുള്ള സുചിന്തിതമായ ഒരു രാഷ്ട്രീയ കുതന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു യുവ നേതാവിന്റെ വ്യക്തിപരമായ വിഷയത്തെ പൊതുരംഗത്ത് വീണ്ടും വലിച്ചിഴച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കോൺഗ്രസിന്റെ ധാർമ്മിക നിലയെ ചോദ്യം ചെയ്യാനും CPM നടത്തുന്ന ഈ തന്ത്രപരമായ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് ശക്തമായ വെല്ലുവിളിയാകുമെന്നത് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗർഭചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് അതിജീവിത ഇപ്പോൾ മുന്നോട്ട് വന്നത് കേവലം നിയമപരമായ ഒരു നീക്കമായിട്ട് മാത്രം രാഷ്ട്രീയ നിരീക്ഷകർ കാണില്ല. അതിനു പിന്നിൽ മറ്റാരൊക്കെയോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ചർച്ചകളും കടക്കുന്നുണ്ട്. അതായത് കുറച്ചു കാലം മുമ്പ് ഒരു ബോംബ് പൊട്ടിച്ചു, ഇപ്പോൾ ഇത് അടുത്ത ബോംബ് പൊട്ടിച്ചു എന്ന രീതിയിലാണ് യുവ നേതാവിനെതിരെ ഒരു ആരോപണം വരുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ ലഭിക്കണം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ലഭിക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നിരീക്ഷിക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, കുറച്ചു കാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് മാറി വരുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. സജീവ ചാനൽ ചർച്ചകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഒരു ഉരുക്കുകോട്ട കോൺഗ്രസിന് തീർത്ത വ്യക്തി കൂടിയാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു MLA സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. അത് പലർക്കും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നത്തിന്റെ ഒരു പ്രതിഫലനമാണോ ഇത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ യുവനിരയിൽ പ്രധാനിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ നിശബ്ദനാക്കുകയോ അല്ലെങ്കിൽ പൊതുശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് പാലക്കാട് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ പാർട്ടിക്ക് ലഭിക്കുമായിരുന്ന യുവജന പിന്തുണയിൽ വിള്ളൽ വീഴ്ത്താൻ CPM-ന് സഹായകരമാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം അവർ നടത്തിയത് എന്നൊരു വാദമുണ്ട്. മുൻപ് തന്നെ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ ഉണ്ടായിരുന്നിട്ടും കൃത്യമായി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വിഷയം വീണ്ടും കുത്തിപ്പൊക്കുന്നത് കേസിന്റെ നിയമപരമായ സാധുതയേക്കാൾ ഉപരി അതിന്റെ രാഷ്ട്രീയപരമായ സമയത്തെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെയും കോൺഗ്രസിനെയും ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ CPM തന്ത്രപരമായി കളത്തിലിറക്കിയ ഒരു രാഷ്ട്രീയ കുതന്ത്രമായി ഇതിനെ കാണുന്നവർ ധാരാളമാണ്. CPM ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ എതിരാളിക്കെതിരെ പഴയ ആരോപണങ്ങൾ സജീവമാക്കി നിർത്തുന്നത്, പഴയ ആരോപണങ്ങൾ എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPM-ന് ധാർമ്മികമായ മേൽക്കൈ നേടാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ ധാർമ്മികതയാണ്. എന്നിരുന്നാലും അതിജീവിതയുടെ നീക്കം വ്യക്തിപരമായ നീതിക്കായുള്ള പോരാട്ടമാണോ അതോ രാഷ്ട്രീയ കളത്തിലെ ഒരു കരുവാണോ എന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിലയിരുത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ വിവാദം കോൺഗ്രസിന്റെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. കോൺഗ്രസിന് ഇത് കിട്ടരുത് എന്നതാണ് അവരുടെ വാശി. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ വിവാദം കോൺഗ്രസിന്റെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ തകിടം മറിക്കാനുള്ള ഒരു CPM തന്ത്രമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടൻ രക്ഷപ്പെടാനുള്ള വഴികൾ ഇവിടെ തുറക്കുന്നുണ്ട്. കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച, പ്രത്യേകിച്ചും പ്രതിപക്ഷ നിരയിൽ അദ്ദേഹം കൈവരിച്ച ശ്രദ്ധേയമായ സ്വീകാര്യത CPM നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്ന നിരീക്ഷണത്തിന് അടിസ്ഥാനം നൽകുന്നുണ്ട്. മാങ്കൂട്ടത്തിന്റെ പ്രസംഗ ശൈലി, അതുപോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയ വിമർശനം, സോഷ്യൽ മീഡിയയിലെ വലിയ സ്വാധീനം എന്നിവ CPM-ന്റെ സൈദ്ധാന്തിക മണ്ഡലത്തിലും യുവജന വിഭാഗങ്ങൾക്കിടയിലും കോൺഗ്രസിന് അനുകൂലമായ ശ്രദ്ധ നേടിയെടുക്കാൻ കാരണമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഭരണപക്ഷത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തന്നെ സർക്കാരിന്റെ വീഴ്ചകളെ യുവജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പോലെ ഒരു യുവജന നേതാവിനെ CPM സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളിയായി തന്നെ കണക്കാക്കും. എന്നാൽ ഭയം എന്ന വാക്കിനേക്കാൾ ഗൗരവകരമായ രാഷ്ട്രീയ എതിരാളി അല്ലെങ്കിൽ തടയപ്പെടേണ്ട നേതാവ് എന്ന നിലയിലാകാം CPM അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. നിലവിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ
പാലക്കാട് അടക്കമുള്ള മേഖലകളിൽ യുവ വോട്ടർമാർക്കിടയിൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന പിന്തുണ CPM-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയേക്കാമെന്നൊരു സംശയം LDF ഗവൺമെന്റിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വിവാദം അദ്ദേഹത്തെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ മങ്ങിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണെങ്കിൽ അത് CPM-ന്റെ ഒരു പ്രതിരോധ തന്ത്രമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇത് രാഷ്ട്രീയമാണല്ലോ, ഇവിടെ എന്തും കളിക്കാമല്ലോ അല്ലെ. അതായത് CPM ഭയക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയേക്കാൾ ഉപരി അദ്ദേഹത്തിലൂടെ കോൺഗ്രസ് യുവനിരയ്ക്ക് ലഭിക്കുന്ന ജനപിന്തുണയെയും അതുപോലെ തന്നെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നഷ്ടത്തെയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒതുക്കണം എന്നത് അവരുടെ ആവശ്യമാണ്. ഒരു ശക്തനായ യുവ പ്രതിപക്ഷ ശബ്ദത്തെ നിശബ്ദനാക്കുന്നത് ഭരണപക്ഷത്തിന്റെ സ്ഥിരം രാഷ്ട്രീയ തന്ത്രമാണ്. ഇത്തരം തന്ത്രങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം CPM-ന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിൽ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനയായി നിലവിലെ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്നവരും ധാരാളമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗർഭചിത്ര വിവാദം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് എന്നത് ഈ അവസരത്തിൽ പറയാതെ വയ്യ. ഈ വിവാദം പ്രധാനമായും 3 തലങ്ങളിലാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്. ഒന്നാമതായി ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രചാരണത്തിന്റെ മൊത്തത്തിലുള്ള ഊർജ്ജസ്വലതയെയും ധാർമ്മിക നിലയെയും ബാധിക്കും. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ യുവ നേതാവായി പാലക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു വ്യക്തിപരമായ, അതായത് തീർത്തും വ്യക്തിപരമായ ഒരു ആരോപണം അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുകയും അതുപോലെ തന്നെ പാർട്ടിയുടെ ശ്രദ്ധ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് വ്യക്തിഗത പ്രതിരോധത്തിലേക്ക് അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. ഇത് UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ മൊത്തത്തിലുള്ള വിജയ സാധ്യതകളെയും പ്രത്യേകിച്ച് യുവ വോട്ടർമാർക്കിടയിലെ പ്രതിച്ഛായയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടു തന്നെയായിരിക്കും രാഷ്ട്രീയ പോരാളികൾ ഇതിനു വേണ്ടി കളിക്കുന്നത്. രണ്ടാമതായി CPM-നും ഭരണപക്ഷത്തിനും ഇത് കോൺഗ്രസിനെതിരെ ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാകുമെന്നതാണ്. വികസനം, അഴിമതി തുടങ്ങിയ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതാവിന്റെ സ്വഭാവത്തെയും ധാർമ്മികതയെയും ചോദ്യം ചെയ്യാൻ CPM-ന് അവസരം ലഭിക്കുന്നത് ഇതിലൂടെയാണ്. അത് അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. CPM ഈ വിഷയം തങ്ങളുടെ പ്രചാരണ ആയുധമാക്കുകയും പ്രതിപക്ഷ നേതാക്കളെ വ്യക്തിപരമായി ആക്രമിക്കുകയും ചെയ്യുന്നതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി ഈ വിഷയം വോട്ടർമാരുടെ മനോഭാവത്തിൽ ഒരു ധ്രുവീകരണത്തിന് കാരണമായേക്കാം എന്ന കാര്യമാണ് പറയാനുള്ളത്. കോൺഗ്രസ് അനുഭാവികളും മാങ്കൂട്ടം ആരാധകരും ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായി തള്ളി പറയാൻ സാധ്യതയുണ്ട് എങ്കിലും നിഷ്പക്ഷരായ വോട്ടർമാർക്കും പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിലും ഈ ആരോപണം ഒരു സംശയമായി നിലനിൽക്കുകയും അത് UDF-ന് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തേക്കാം. ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് കത്തിക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കിടയിൽ തന്നെയാണ് അല്ലെ. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ വിഷയമല്ലാതിരുന്നിട്ടും രാഷ്ട്രീയ എതിരാളികൾ അത് ശക്തമായി ഉപയോഗിക്കുന്നതിലൂടെ ഇത് കോൺഗ്രസിന്റെ യുവജന മുഖത്തിന് ലഭിക്കേണ്ടിയിരുന്ന പിന്തുണയെ ചോർത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്നത് ഈ അവസരത്തിൽ പറയുക തന്നെ വേണം. അതായത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും സ്ത്രീകളുടെ വിഷയങ്ങളെക്കുറിച്ചും അവരുടെ സമത്വത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു MLA ആയിട്ടുള്ള, മാത്രവുമല്ല യുവജനങ്ങളുടെ മുഖമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു വ്യക്തി അബോർഷന് നിർബന്ധിക്കുകയും മരുന്ന് കൊടുക്കുകയും യുവതിയെ ലൈംഗികപരമായിട്ട് ആക്രമിക്കുകയും ചെയ്തു, റേപ്പ് ചെയ്തു, ഇത്തരം കേസുകളിൽ പ്രതിയാകുമ്പോൾ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ അത് ചുമത്തപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ മേലിൽ മാത്രമല്ല, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മുകളിലാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നത് CPM-ന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് കൃത്യമായിട്ട് വഴിയൊരുക്കിയതാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസ് എന്ന തലത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇതിനെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ഞാൻ എന്റെ അഭിപ്രായമല്ല പറഞ്ഞത്, ചർച്ചകളെ കുറിച്ച് സമഗ്രമായി ഒരു വീക്ഷണം നടത്തി എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. നമുക്ക് കമന്റ് ബോക്സ് ഉണ്ട്. കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.